നാളെ നമ്മൾ ജർമ്മനിയോട് കുറച്ച് നാളത്തേക്ക് ബൈ ബൈ പറയുകയാണ്. 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നാട്ടിലേക്ക്, എന്റെ സ്വർഗരാജ്യത്തിലേക്ക് താൻ പോവുകയാണ്. നാളെ ബെർലിനിൽ നിന്ന് ഫ്ലൈറ്റ്, ബെർലിൻ ടു ദോഹ, ദോഹ ടു കൊച്ചി. ഇനി നിഖിൽ മച്ചാന്റെ കളികൾ അങ്ങ് കൊച്ചിയിൽ. അപ്പോ നിങ്ങളുടെ പോരല്ലേ, നമ്മുടെ നാളെ നാട്ടിലേക്ക് പറക്കണേ. ഗുഡ് മോർണിംഗ് ഗൈസ്. 9:40 ഫ്ലൈറ്റ്. നമുക്കിവിടെ ഒരു 6 മണിക്ക് എത്തണം. സോ ഫാസ്റ്റ് ഗെറ്റ് റെഡി. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. DB ചതിച്ചാശാനെ. DBയിൽ പോയി കഴിഞ്ഞപ്പോൾ ട്രെയിൻ ക്യാൻസൽ ആയിരുന്നല്ലോ. നമ്മൾ ടാക്സി വിളിച്ചു ഇവിടെ എത്തി. ഇനി നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്യണം, ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ എയർപോർട്ടിൽ വന്ന സമയത്ത് എന്തെങ്കിലും വിശക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റവയുണ്ട്. റവയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുന്നത് ഏറ്റവും നല്ലത്, പൈസ കുറവായിരിക്കും. ട്രാവൽ ചെയ്യുന്നില്ലേ ഏറ്റവും സിമ്പിൾ കഴിക്കാൻ വേണ്ടി ഇതാണ്. ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ വിശക്കുകയുമില്ല, കുറച്ചേരം കിടന്നോളും. നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തർ ഫ്ലൈറ്റ് എടുക്കുന്നത്. സാധാരണ ഞാൻ ഇവിടുന്ന് ഫ്രാങ്ക്ഫർട്ട് പോകും. ഞാൻ മാത്രമല്ല ഇവിടുത്തെ എല്ലാ മലയാളികളും അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് പിന്നെ ഡൽഹി ടു കൊച്ചി, അങ്ങനെയാണ് ആ ഫ്ലൈറ്റ്. അതിനകത്ത് നമുക്ക് 2 ലഗേജ് എടുക്കാം. 2 ലഗേജ്. പക്ഷേ ഖത്തർ എയർവേസിൽ നമുക്കാകെ 1 ലഗേജ് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കുഴപ്പം? നമുക്കാകെ 2 കുപ്പി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കുപ്പിയില്ലാതെ നമ്മുടെ ചങ്കുകൾ നാട്ടിൽ കാലുകുത്തിക്കില്ല. അപ്പം ഇനി പോണ വഴിക്ക് നമ്മൾ ഖത്തറിൽ നിന്ന് 2 കുപ്പി മേടിക്കണം. പിന്നെ ചിറ്റപ്പൻ, വല്യപ്പൻ, വല്യമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, ചേട്ടന്മാർ, അനന്തരവൻ, വകേലമ്മാവൻ, വകേലമ്മൂമ്മ എല്ലാവർക്കും വേണ്ടി നമ്മൾ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ. അതിൻ്റെ പേരിൽ അതിനൊരു മുട്ടുണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കണം. നാട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. നിങ്ങൾ ചോക്ലേറ്റ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ബെർലിനാണെന്നുണ്ടെങ്കിൽ നേരെ ഡിസൈൻ റോട്ടിലിട്ട് വിട്ടോ. അവിടെ ലിൻഡറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിന് കിട്ടും. ഞാൻ അവിടെ നിന്നാണ് മേടിച്ചത്. ഈ ട്രാവൽ ഇത് മുഷിക്കുടിച്ച പരിപാടിയാണല്ലേ. ഇനി 12 മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണം. എന്ത് പറയാനാണല്ലേ, നമ്മുടെ സ്വർഗരാജ്യത്തേക്ക് പോകണല്ലേ. വാ, ഇത്തിരി കഷ്ടപ്പെടക്കാവാ അല്ലേ. അങ്ങനെ നമ്മൾ ദോഹ എത്തി. ദോഹ അലച്ചിലായിരുന്നു. എന്തോരം നേരം ട്രാവൽ ചെയ്തെന്നറിയോ. അവസാനം നമ്മൾ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി കൊച്ചിയിലോട്ട് അടുത്ത ഫ്ലൈറ്റ് എടുക്കണം. ഹേ ഗൈസ്, നമ്മൾ ദോഹ ടു ഡിസൈലെത്തി. ഇവിടെ നിന്നല്ലേ കുപ്പിയും കിട്ടും നോക്കട്ടെ മേടിക്കാൻ. കാരണം കൊച്ചിയിൽ നിന്ന് ചിലപ്പോൾ ചടങ്ങായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് പോകാം. ബൈവൺ കെട്ടണമെങ്കിൽ കിട്ടുമെങ്കിൽ നല്ലതല്ലേ. നമ്മളിത് 2 കുപ്പിയും കൂടെ എടുത്തു, ഓഫറേ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ കുപ്പിയുടെ കാര്യത്തിൽ തീരുമാനം. ഇനി നാട്ടിലേക്ക് പറഞ്ഞാൽ മതി ഗൈസ്. ഉടുക്കത്തെ വെയിറ്റിംഗ് ഗൈസ്. വിശന്ന് കുടലെറിഞ്ഞു. രക്ഷയില്ല. എങ്ങനെയെങ്കിലും വിടത്തെ മതി. അങ്ങനെ കൊച്ചി എത്തി മക്കളെ.